ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം TA രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കും. സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഈ രാജ്യത്തെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കുന്ന നടപടികൾ ഇവിടെ സ്വീകരിക്കാറുണ്ട്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് സംസ്ഥാനത്തെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി ആ ശമ്പള പരിഷ്കരണ കുടിശ്ശിക തീയതിയുടെ 1.5 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഇവിടെ ശമ്പള കമ്മീഷനെ നിയമിച്ചു. ശമ്പള കമ്മീഷൻ നിയമിച്ചാൽ അതിനുശേഷം ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. ശമ്പള കമ്മീഷനെ നിയമിക്കണം. ആ ശമ്പള കമ്മീഷൻ ഈ രാജ്യത്ത് സംസ്ഥാനത്ത് വിവിധ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്ത് ആ ശമ്പള പരിഷ്കരണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ, ശുപാർശകൾ സമർപ്പിക്കും. അത് സമർപ്പിക്കാനൊക്കെ വർഷങ്ങളുടെ താമസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ ശമ്പള പരിഷ്കരണത്തിന്റെ, പെൻഷൻ പരിഷ്കരണത്തിന്റെ തീയതിക്ക് 1.5 വർഷം മുമ്പ് ഇവിടെ ശമ്പള കമ്മീഷനെ, പെൻഷൻ പരിഷ്കരണ കമ്മീഷനൊക്കെ നിയമിച്ചു. ഇപ്പോ പിണറായിക്ക് അത്തരം ഒരു ചിന്തയുമില്ല. പിണറായിക്ക് ചിന്തയില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞ സംഘടന എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന NGO യൂണിയൻ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ജീവനക്കാരന്റെ അവകാശങ്ങൾ, പെൻഷൻകാരുടെ അവകാശങ്ങൾ, അതിനുവേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത നാണം കെട്ട വർഗമായി അവർ മാറിയിരിക്കുന്നു എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്ന മറ്റു നേതാക്കന്മാരുടെ ഒട്ടേറെ ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ മെഡിസെപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ മെഡിസെപ്പ് ഒരു വർഷം 6000 രൂപ ഒരു പെൻഷൻകാരന്റെ ശമ്പളത്തിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പെൻഷൻകാരന്റെ പെൻഷനിൽ നിന്നും ജീവനക്കാരന്റെ ആണെങ്കിൽ 6000 രൂപ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ആ ജീവനക്കാരനാണെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് 12,000 രൂപ ഒരു വർഷം തിരിച്ചു പിടിക്കും ഈ ഇൻഷുറൻസിന്റെ പേരിൽ. പക്ഷേ അങ്ങനെ പിടിക്കുന്ന ജീവനക്കാർക്ക് ഒരു ആശുപത്രികളിലും പോയാൽ മെഡിസിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ ട്രഷറികൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് ചേലക്കരയിലും ധർണ സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, 7 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ T ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയായി, ഒരു ടീനേജ് കഴിഞ്ഞ്, യുവത്വം കഴിഞ്ഞ് ഒരു വാർദ്ധക്യ കാലത്തിലൂടെയാണ് ഈ പെൻഷൻ ആളുകൾ കടന്നു പോകുന്നത്. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട യുവത്വം മുഴുവൻ ഒരു സർവീസിന് വേണ്ടി മാറ്റിവെച്ച് ഒരുപക്ഷെ വീടിനകത്ത് കിടന്നുറങ്ങാൻ മാത്രം ചെല്ലേണ്ട അവസ്ഥയും, നേരത്തെ നീട്ട് കുട്ടിയെയും ഭർത്താവിനെയും നോക്കി, അല്ലെങ്കിൽ ഭാര്യയെയും കുട്ടിയെയും നോക്കി ഓടി നമ്മുടെ അതാത് ഓഫീസുകളിൽ വന്ന് തൻ്റെ ജോലി വളരെ കൃത്യമായി 5 മണി വരെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കിടന്നുറങ്ങുന്നതിന് വേണ്ടി പോകുമ്പോൾ തൻ്റെ യുവത്വം മുഴുവൻ ഈ രാജ്യത്തെ സേവനത്തിനായി മാറ്റിവെച്ച അഭ്യസ്തവിദ്യരായി ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു ജോലി നേടി, ആ ജോലി നേടി അവർക്ക് ആവശ്യപ്പെട്ട, അവകാശപ്പെട്ട ആ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഈ സർക്കാർ നോക്കുകുത്തിയായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു അവസ്ഥയാണുള്ളത്. കൂടുതലായി ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴും കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. എന്തിനാണ് ഈ ഗവൺമെന്റ് ഒരുപാട് ധൂർത്തുകൾ ഇവിടെ നടത്തുകയാണ്. ഇന്ന് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരുമിപ്പിക്കുകയും ഒരു പാലമിട്ട് നടക്കുന്ന പരിപാടികളുമായി ഡൽഹിയിൽ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ട ഒരു മുൻ MP ആണ് അതിന്റെ
ചുമതലക്കാരൻ. ലക്ഷക്കണക്കിന് രൂപയാണ് ആ ഡൽഹിയിലിരിക്കുന്ന കേരള ഹൗസിലിരിക്കുന്ന മുൻ എം പിക്ക് കൊടുക്കുന്നത്. എന്തിനാണ് അതിന്റെ ആവശ്യം? അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ കടലാസ് കമ്പനി ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയും കൊള്ളയടിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നോക്കി നിൽക്കാൻ നമുക്ക് കഴിയുകയില്ല. മണ്ഡലം പ്രസിഡന്റ് കെ നാരായണൻ, ബെന്നി, പ്രദീപ് കുരുവിള, ജലീൽ, മത്തായി, കോൺഗ്രസ് നേതാക്കളായ പി എ അച്ഛൻകുഞ്ഞ്, ടി എ ഗിരിജൻ, കെ ആർ രഘുനാഥ്, കുട്ടൻ ചെറുവത്തൂർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.